ചില പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം പിതാക്കന്മാരോട് ചെയ്തതായ വാഗ്ദത്തമാണ്. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദത്തം ആമേൻ മറന്നു കളയുന്ന ദൈവമല്ല. ആ വാഗ്ദത്തം അവിടെ ഉള്ളത് കൊണ്ടാ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇന്നും അവിടെ നിലനിൽക്കുന്നത്. അനേക രാഷ്ട്രങ്ങൾ, അനേക സാമ്രാജ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ബാബിലോണിയ സാമ്രാജ്യം, മേദ്യ പാർസ്യ സാമ്രാജ്യം, റോമ സാമ്രാജ്യം, ഒട്ടോമൻ സാമ്രാജ്യം, ഇങ്ങനെ സാമ്രാജ്യങ്ങൾ അനവധി വന്നു. ഈ സാമ്രാജ്യങ്ങൾ എന്ന് പേരെടുത്തവര് ആരും തന്നെ ഇന്ന് ഈ ഭൂമുഖത്തില്ല. പക്ഷേ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇന്നും നിലനിൽക്കുന്നതിന്റെ കാരണം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ മറുപടിയായിട്ടാണ്. അതുകൊണ്ട് ഒരെല്ലാം രാഷ്ട്രം വിചാരിച്ചാലും ഇസ്രായേലിനെ തച്ചുടക്കുവാനോ നീക്കിക്കളയുവാനോ സാധിക്കത്തില്ല. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ കർത്താവായ യേശു ജാതികളായ നമ്മെ പണിതുകൊണ്ടിരിക്കുക. അനേക ജാതികളിൽ നിന്നും ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ചേർത്തുകൊണ്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയതുപോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ വേഗത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ പെടും എന്ന് പറയുമ്പോൾ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുവാനായിട്ടിടയാകും. അപ്പോഴാണ് ഇസ്രായേലിൽ ആമേൻ ദൈവാലയത്തിന്റെ പണി തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ 2 സഭ ഉണ്ടാകത്തില്ലെന്ന്. അടുത്തത് ഇസ്രായേലിന് ഒരു വലിയ കഷ്ടം വരുവാൻ പോകുകയാണ്. ആ കഷ്ടത്തിലാണ് ഇസ്രായേൽ ദൈവത്തോട് നിലവിളിക്കുന്നത്. ആ നിലവിളിയെങ്കിൽ കർത്താവ് തന്നെ അവർക്ക് പ്രത്യക്ഷനാകുവാനിടയാകുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ കൈകളിലും നിന്റെ മാറിലും കാണുന്ന ഈ അടയാളങ്ങൾ എന്താ പറയുകയാണ്? എന്നെ സ്നേഹിച്ച് എന്റെ പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൽ വെച്ച് എനിക്ക് ഏൽക്കേണ്ടി വന്നതായ മുറിപ്പാടുകളാണ് ഇത് എന്ന് പറയുമ്പോൾ അവർ വിളിച്ചു പറയും, അയ്യോ കർത്താവേ, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇരുന്നുവെങ്കിൽ തേജസിന്റെ കർത്താവിനെ ഞങ്ങൾ ക്രൂശിക്കയില്ലായിരുന്നു. ആ സമയം ഹല്ലേലൂയ ലോകരാഷ്ട്രങ്ങൾ മൊത്തം എതിരായി നിൽക്കുന്ന ഇസ്രായേലിനെ രക്ഷിപ്പാൻ സ്വർഗോന്നതങ്ങളിൽ സ്വർഗീയ മഹിമ വെടിഞ്ഞ് കർത്താവ് ഒരിക്കൽ കൂടെ അവർക്ക് പ്രത്യക്ഷനാകും. എന്തിനെന്നറിയാമോ? ഇസ്രായേലിന് ഒരു വലിയ രക്ഷ നൽകുവാൻ തക്കോണമിടയാകും. ഈ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇസ്രായേലിനെ ഇന്ന് നിർത്തിയിരിക്കുന്നത്. ഈ കർത്താവായ യേശു തന്നെയാണ് രക്ഷിതാവെന്ന് നാം അറിയുന്നത് പോലെ തന്നെ അവരും അറിയുന്ന ഒരു സമയമുണ്ട്. അന്ന് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവരെയും നമ്മോടൊപ്പം ചേർത്ത് നിർത്തിയിട്ട് രണ്ടും ഒരു വൃക്ഷമായി നിൽക്കത്തക്കവണ്ണം ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ യഹൂദനെയും യവനനെയും ഒരുപോലെ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ വലിയ ജ്ഞാനമാണ് ഇനി വെളിപ്പെടാൻ